അല്ല, നമ്മുടെ കാസർഗോഡ് കുമ്പളയില് ജനപ്രതിനിധികൾ ആരും ഇല്ലേ? അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ അന്തിച്ചർച്ചക്കാരായിട്ടുള്ള മാധ്യമങ്ങൾക്ക് കാസർഗോഡ് കുമ്പള വരെയുള്ള വഴി അറിയത്തില്ലേ? ഇനി അവിടെ റിപ്പോർട്ടർമാരില്ലേ? ഈ താഴെ കാണുന്ന ഇയാളുണ്ടല്ലോ, കാവർ കരിപ്പൊടി. ഇയാൾ കുറച്ച് നാളുകളായിട്ട് കാസർഗോഡിലെ ചില വിഷയങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഒരു മാധ്യമങ്ങൾ ഇതിനെക്കുറിച്ചൊന്നും മൈൻഡ് ചെയ്യുന്നില്ലല്ലോ. കോടികൾ മുടക്കി മെഡിക്കൽ കോളേജിന് വരെ ഒരു പ്രേതാലയം ഉണ്ടാക്കിയിട്ടതിനെ കുറിച്ച് സംസാരിച്ചിട്ട് ഒരു മാധ്യമങ്ങളും തിരിഞ്ഞു നോക്കില്ല. ഇന്ന് കുമ്പളയിലെ ടോൾ പ്ലാസ 22 കിലോമീറ്ററിനകത്ത് 2 ടോൾ പ്ലാസ. എല്ലാ നിയമങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് നാട്ടുകാരിൽ നിന്നിട്ട് ടോൾ പിരിക്കുന്നതിനെ കുറിച്ചിട്ട് ഒരാള് സംസാരിക്കാനുണ്ടോ? ഏതെങ്കിലും മാധ്യമങ്ങൾ, ഏതെങ്കിലും ജനപ്രതിനിധികൾ, ഭരണപക്ഷത്തോ പ്രതിപക്ഷത്തോ ഉള്ള ഏതെങ്കിലും ഒരുത്തൻ അവിടെ പോയൊന്ന് സംസാരിക്കടേ, ഒന്ന് കാണടേ ഇതൊക്കെ ഒന്ന്. ഈ കാണുന്ന ടോൾ ബൂത്ത്, ഞാൻ എടുത്തു പറയുന്നു, ഈ കാണുന്ന ടോൾ ബൂത്ത് നിയമവിരുദ്ധ ടോൾ ബൂത്താണ്. ഇതിന്റെ പേരിൽ നിങ്ങൾ കേസെടുത്താലും പ്രശ്നമില്ല. കാരണം ഇത് കൊള്ളയാണ്. ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാഷണൽ ഹൈവേ ഫീ റൂളിന് എഗൈനസ്റ്റ് ആണ് ഈ ടോൾ. നാഷണൽ ഹൈവേ ഫീ റൂൾ നമ്പർ 8/1, റൂൾ നമ്പർ 8/2 പ്രകാരം ഒരു ടോൾ ബൂത്തിൽ നിന്ന് അടുത്ത ടോൾ ബൂത്തിലേക്ക് 60 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കണം. പക്ഷെ ഈ ടോൾ ബൂത്തിൽ നിന്ന്, കുമ്പള ടോൾ ബൂത്തിൽ നിന്ന് നേരെ തലപ്പാടി ടോൾ ബൂത്തിലേക്ക് വെറും 22 കിലോമീറ്ററേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇത് നിയമവിരുദ്ധ ടോൾ ബൂത്താണ്. ഇത് നീതി നിഷേധമാണ്. നാട്ടുകാരെ കൊള്ളയടിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ സ്ഥാപിച്ച ടോൾ ബൂത്താണെന്ന് പച്ചക്ക് പറയേണ്ടി വരും. ഈ സമരം എന്ന് പറയുന്നത് ഒരാൾക്ക് വേണ്ടിയുള്ള സമരമല്ല, നമ്മുടെ നാട്ടിന് വേണ്ടിയുള്ള സമരമാണ്. 22 കിലോമീറ്റർ അപ്പുറമുള്ള ടോളിന് പുറമെ ഈ ടോൾ കൂടി കൊടുക്കുമ്പോൾ ഈ 22 കിലോമീറ്റർ കവർ ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കേണ്ടി വരുന്നത് 210 രൂപയാണ്. ഇനി അതല്ല, 24 മണിക്കൂർ കഴിഞ്ഞാൽ അത് 250 രൂപ. കേവലം ഫാസ്ടാഗ് ഇല്ലാതെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നതെങ്കിൽ ഈ യാത്രയ്ക്ക് വേണ്ടി നമ്മൾ ചെലവഴിക്കുന്നത് ഓരോ യാത്രക്കും 600 രൂപയാണ്. ലോകത്ത് ഒരിടത്തുമില്ലാത്ത ടോൾ കൊള്ളയാണ് ഈ നാട്ടിൽ കടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എന്തുകൊണ്ടും ഇതിനെ പ്രതികരിച്ചേ തീരൂ. അതിനൊരു അവസരമാണ് നമ്മൾ ഈ സമരത്തിന്റെ കൂടെ നിൽക്കേണ്ടത്. ഓരോ കാസർഗോട്ടുകാരുടെയും ഉത്തരവാദിത്തമാണ്. ആർക്കെങ്കിലും കുഴിച്ചു മൂടാമെന്നുള്ള ധാരണയുണ്ടെങ്കിൽ അതൊക്കെ മനസ്സിലങ്ങ് വെച്ചോളൂ. അതൊന്നും നടക്കാൻ പോകുന്നില്ല. കാരണം അദ്ദേഹത്തിന്റെ പിന്നിലുള്ളത് ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല, പൊതുജനമാണ്. പൊതുജനത്തെ തോൽപ്പിച്ച് ഇവിടെ ഒരു കോർപ്പറേറ്റ് വീണനും വാഴാമെന്ന് മനസ്സിൽ പോലും സ്വപ്നം വേണ്ട. അങ്ങനെ ഒരു തോന്നലേ വേണ്ട. ഇത് നീതി നിഷേധമാണ്. ഇത് നമ്മൾ ചോദ്യം ചെയ്തില്ല എങ്കിൽ നാളെ ഇതിനേക്കാൾ വലിയ നീതി നിഷേധങ്ങൾ നമ്മുടെ മുന്നിൽ കൊണ്ടുവന്ന് ഇവരിട്ടത് ചോദ്യം ചെയ്യണം. അതിനുവേണ്ടി ഈ സമരപന്തലിലേക്ക് ആയിരങ്ങളായി, 10,000-ങ്ങളായി ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും വരണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കും. കാസർഗോഡ് കുമ്പളയിലുള്ള ആളുകളോടാണ് പറയുന്നത്, ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സമരമാണ്. അതിലെ യാത്ര ചെയ്യുന്ന ഓരോ ആളുകൾക്കും വേണ്ടിയിട്ടുള്ള സമരമാണ്. നിങ്ങൾ എല്ലാവരും പങ്കെടുക്കണം. നിങ്ങളുടെ പ്രതിഷേധം കാണിക്കാൻ നിങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക.